നമസ്കാരം. CPM-ന് തുടർച്ചയായ രണ്ടാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ദയനീയ പരാജയമാണ്. കേരളത്തിൽ 20 സീറ്റിൽ ഒരിടത്ത് മാത്രം ജയിക്കാനുള്ള ആർജവമേ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കും അതിനെ നയിക്കുന്ന CPM പൊളിറ്റ് ബ്യൂറോ അംഗത്തിനും ഉള്ളുവെന്ന് തെളിയിച്ചിരിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. പിണറായി വിജയൻ നയിച്ചതും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കിയതും കേരളത്തിൽ മാത്രമായിരുന്നു. ആ കേരളത്തിൽ നേടിയത് കനത്ത തോൽവിയാണ്. മറുവശത്ത് കോൺഗ്രസിനെ നയിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ നിന്ന് നയിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും പിണറായിക്ക് സതീശനോട് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന ചരിത്രം ലോക്സഭയിലും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നടന്ന തൃക്കാക്കര, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പുറമെയാണ് ലോക്സഭയിലും UDF-ന് മിന്നുന്ന വിജയം നേടാനായത്. തുടർഭരണം കിട്ടി ചരിത്രം രചിച്ച പിണറായിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നേതൃത്വം കൊടുത്ത തിരഞ്ഞെടുപ്പിൽ വി ഡി സതീശനാണ് താരമായത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത് സതീശനായിരുന്നു. അതിന്റെ പുറകെ പോകാനായിരുന്നു പിണറായിയുടെ വിധി. കൃത്യമായ ഇലക്ഷൻ മാനേജ്മെന്റ് ആയിരുന്നു സതീശന്റേത് എന്ന് വേണം കരുതാൻ. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായുള്ള EP ജയരാജന്റെ ബിസിനസ് ബാന്ധവം സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം LDF-നെ മാത്രമല്ല BJP-യെയും പ്രതിസന്ധിയിലാക്കി. ഇതിനു പിന്നാലെ LDF-നെയും BJP-യെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങളാണ് UDF ക്യാമ്പിൽ നിന്ന് തൊടുത്തുവിട്ടത്. പിണറായി വിജയൻ സംഘപരിവാർ അവിശുദ്ധ ബാന്ധവവും പ്രതിപക്ഷ നേതാവ് തുറന്നു കാണിച്ചു. കരുവന്നൂർ തട്ടിപ്പിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തൃശൂർ മണ്ഡലത്തിൽ BJP-ക്ക് CPM വോട്ട് മറിക്കാമെന്ന ഉറപ്പിൽ ഒത്തുതീർപ്പാക്കിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു. NDA ഘടകകക്ഷിയായ JDS-നെ ഒക്കത്തിരുത്തിയാണ് പിണറായി വിജയൻ സംഘപരിവാർ വിരുദ്ധത പറയുന്നതെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപവും LDF-ന്റെ മോദി വിരുദ്ധ പ്രചാരണത്തിന്റെ മുനയൊടിക്കുന്നതായിരുന്നു. ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPM കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ അധിക്ഷേപം ചൊരിഞ്ഞതും പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾക്ക് അടിവരയിടുന്നതായി. CPM BJP ബന്ധം തുറന്നുകാട്ടിയതിന് പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണപരാജയവും UDF ചർച്ചയാക്കി. സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും ധൂർത്തുമെല്ലാം പ്രതിപക്ഷ നേതാക്കൾ വാർത്താ സമ്മേളനങ്ങളിലും പ്രസംഗങ്ങളിലും തുറന്നുകാട്ടി. അഴിമതി സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്കോ CPM-നോ ഇതുവരെ മറുപടി നൽകാനായില്ല. കേരളത്തിലെ മുതിർന്ന നേതാക്കളെയും കോൺഗ്രസ് ദേശീയ നേതാക്കളെയും ഒരുപോലെ പ്രചരണ രംഗത്ത് സജീവമാക്കിയതും UDF-ന് ഗുണമായി. പ്രചരണ രംഗത്ത് UDF ഉണ്ടാക്കിയ മേൽക്കൈയാണ് വടകരയിലെ അശ്ലീല വീഡിയോ ആക്ഷേപത്തിന് പിന്നിലെ യഥാർത്ഥ കാരണവും. അശ്ലീല വീഡിയോ എവിടെ, മോർഫ് ചെയ്ത വീഡിയോ എവിടെയെന്ന് ചോദിച്ച് തിരിച്ചടിക്ക് തുടക്കമിട്ടതും നിയമ പോരാട്ടത്തിന് നിർദ്ദേശിച്ചതും പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രചരണത്തിന്റെ അവസാന ഘട്ടമായപ്പോൾ UDF ആരോപണങ്ങൾ എല്ലാം ശരിയെന്ന് തെളിഞ്ഞു. വൈദേകം റിസോർട്ടിലെ ബിസിനസ് പാർട്ണർഷിപ്പ്, ജാവ്ദേക്കർ EP കൂടിക്കാഴ്ച ഇങ്ങനെ LDF-നെ ശരിക്കും കുഴപ്പത്തിലാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവിരുദ്ധ വികാരം താഴെത്തട്ടിൽ പ്രചരണ വിഷയമാക്കണമെന്ന കർശന നിർദ്ദേശം UDF നൽകിയിരുന്നു. ഓരോ ദിവസവും നൽകിയ ടാർഗറ്റ് കീഴ്ഘടകങ്ങൾ ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക സംവിധാനവും ഉണ്ടായിരുന്നു. ഓരോ നിർദ്ദേശത്തിന്റെയും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ഘടനയ്ക്ക് അനുസൃതമായ പ്രശ്നങ്ങളാണ് UDF ഉയർത്തി കാണിച്ചത്. ഉദാഹരണത്തിന് കോട്ടയത്ത് റബ്ബർ കർഷകരുടെ പ്രതിസന്ധിയും കുട്ടനാട്ടിൽ നെൽകർഷകർക്കിടയിലെ അരക്ഷിതാവസ്ഥയും വനയോര മേഖലകളിൽ വന്യമൃഗശല്യവും ഉയർത്തിക്കാട്ടി. ഭരണകൂടത്തിന്റെ ഇരകളായ എല്ലാത്തരം ആൾക്കാരെയും പ്രതിനിധീകരിക്കാൻ UDF-ന് സാധിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് മത സാമുദായിക വിഭാഗങ്ങളുടെയും സംഘടനകളുടെയും പിന്തുണ ആർജിക്കാൻ സാധിച്ചു എന്നത് UDF-ന്റെ വോട്ട് വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെയും പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴും തന്ത്രപരമായി നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് 2.5 വർഷം കൊണ്ട് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി ഡി സതീശൻ നടപ്പിലാക്കിയത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഫലപ്രദമായി നടക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് രാഷ്ട്രീയമായി അപകടം ചെയ്യുമെന്ന് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര നേതൃത്വത്തിന് RSS നൽകിയ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട്. UDF വിജയത്തിനുള്ള ക്രെഡിറ്റ് നേതൃത്വത്തിന് ആകെയാണെന്നും പരാജയമെങ്കിൽ ഉത്തരവാദിത്തം തനിക്ക് മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് പരസ്യ നിലപാടെടുക്കുകയും ചെയ്തു. വിജയത്തിന്റെ ക്രെഡിറ്റ് ഐക്യത്തിനാണെന്നാണ് സതീശന്റെ പക്ഷം. സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം, പ്രചരണം, പോളിംഗ് ഈ ഘട്ടങ്ങളിലൊന്നും UDF-ൽ നിന്ന് ഒരു അപസ്വരവും ഉണ്ടായില്ല. അത്യപൂർവ കാഴ്ചകളായിരുന്നു ഇവ.
തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയമാവർത്തിച്ച് ഭരണം തിരിച്ചുപിടിക്കാൻ സതീശന്റെ നേതൃത്വത്തിന് കഴിയുമെന്ന് ലഭിച്ച വിജയങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഒരുമിച്ച് നിന്നാൽ ജയിക്കാമെന്ന സന്ദേശമാണ് സതീശൻ നൽകിയത്. ചെറുതും വലുതുമായ നേതാക്കൾ അപസ്വരങ്ങളില്ലാതെ അത് ഏറ്റുപിടിച്ചപ്പോൾ UDFും കോൺഗ്രസും വിജയ ട്രാക്കിലെത്തി. അധികാരത്തിന്റെ അഹന്തയാൽ ജനത്തെ വെറുപ്പിച്ച പിണറായിയുടെ ഭരണം UDF വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്തു. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.